നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ ജിബ്രീൽ ഇന്ന സമയത്ത് വരാൻ അറിയിച്ചിരുന്നു നബിയോട്, പക്ഷെ വന്നില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ, എന്തോ പ്രശ്നം നമ്മുടെ വീട്ടിലുണ്ട്, ജിബ്രീൽ വരാമെന്ന് പറഞ്ഞ സമയത്ത് വരാതിരിക്കൂല, നമ്മുടെ വീട്ടിൽ എന്തോ പ്രശ്നമുണ്ട്. അങ്ങനെ വീട് പരിശോധിച്ചു. ഈത്തപ്പന ഓല കൊണ്ട് മറച്ചുണ്ടാക്കിയ വീടാണ്. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്ന കട്ടിലിന്റെ ചുവട്ടിൽ ഒരു പട്ടിക്കുട്ടി കിടന്നുറങ്ങുന്നുണ്ട്. അതിനൊരു ഇല കൂട്ടിപ്പിടിച്ച്, ചെറിയ പട്ടിക്കുട്ടിയ ഇല കൂട്ടിപ്പിടിച്ച് പുറത്ത് വലിച്ചിട്ടപ്പോൾ ജിബ്രീൽ ഉള്ളിൽ കയറി. ജിബ്രീൽ നബിയോട് പറയാണ്, ഇന്നാ ലാ നദ്ഖുലു ബൈത, ഞങ്ങൾക്കൊരു വീട്ടിൽ പ്രവേശിക്കാൻ പാടില്ല, അള്ളാന്റെ ഓർഡറാണ്. ഫീഹി, ആ വീട്ടിലുണ്ടെങ്കിൽ, വീട്ടിനുള്ളിലുണ്ടെങ്കിൽ കെൽബ് വസൂറ, പട്ടിയും രൂപങ്ങളും ചിത്രങ്ങളും വെച്ച വീടാണെങ്കിൽ കയറരുത് എന്നാണ് അള്ളാഹുവിൻ്റെ ഓർഡർ. നിങ്ങളുടെ വീട്ടിൽ ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു, ഒരു നിർവാഹവുമില്ല, പുറത്തായിരുന്നു ഞാൻ. നബിയുടെ വീടാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്. ചെറുതായി കാണാൻ പറ്റുമോ നമുക്കതിനെ? പറ്റുമോ? അപ്പോൾ പട്ടിയെ നമുക്ക് വളർത്തിക്കൂടെ? വളർത്താം. കാവലിന് വേണ്ടി വളർത്താം, വേട്ടയ്ക്ക് വേണ്ടി വളർത്താം. പക്ഷെ വീടിൻ്റെ പുറത്ത് നിർത്തണം, വീട്ടിൻ്റെ ഉള്ളിൽ പ്രവേശിപ്പിക്കാൻ പാടില്ല. അതാ ഇസ്ലാമിൻ്റെ നിയമം. അത് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലായിട്ട് പോലും ജിബ്രീൽ കയറിയോ? ഇല്ല. ഇതിനെ വ്യാഖ്യാനിച്ച സ്ഥലത്ത് പണ്ഡിതന്മാർ പറയാ, നമ്മളൊക്കെ അതിനെ നിസ്സാരമായി കാണും. അലമാരയിൽ സിംഹത്തിന്റെ രൂപം, അലമാരയിൽ പുലിയുടെ രൂപം, അലമാരയിൽ കുതിരയുടെ രൂപം, കുട്ടികൾക്ക് കളിക്കാനും കൊടുക്കൂല, ഗ്ലാസ് ഇട്ട് പൂട്ടി വെച്ചിരിക്കുക. എന്തോ ഒരു മനോഹരമായി ഉണ്ടാക്കിയ, കൊത്തുപണിയിൽ ഉണ്ടാക്കിയ കുതിരന്റെ രൂപ. അത് ഒരു പ്രദർശന വസ്തുവായി വെക്കാൻ മുസ്ലിമിന് പാടില്ല. എന്നാ ടോയ്സ് ആയിട്ട് വാങ്ങാം. കണ്ടോ, ജീവനുള്ള വസ്തുക്കളുടെ രൂപം നിങ്ങൾ പ്രദർശന വസ്തുവായി വെച്ചുകൂടാ. മറിച്ച് എന്ത് ചെയ്യാം, കുട്ടിക്ക് ടോയ്സ് ആയിട്ട് കൊടുക്കുക. കുട്ടി മണ്ണിലെറിയും. നല്ലൊരു മരത്തിന്റെ കുതിര വാങ്ങിക്കൊടുത്തു, ചിലപ്പോൾ മറിച്ചിടും, ചിലപ്പോൾ മണ്ണ് വീഴും, ചിലപ്പോൾ ആ കുട്ടി അതിൻ്റെ മേലെ കയറി മൂത്രയിച്ചെന്ന് വരും. ചെറിയ കുഞ്ഞല്ലേ, അത് കഴുകി വൃത്തിയാക്കേണ്ടി വരും. ആദരിക്കപ്പെടുന്ന വസ്തുവോ എന്തോ ഒരു കൗതുക വസ്തുവായിട്ടല്ല അതിനെ വാങ്ങിയത്, മറിച്ചത് കുട്ടിക്കുള്ള ടോയ്സ് ആയിട്ടാണ്. വാങ്ങാം. പണ്ഡിതന്മാരെ ചർച്ച ചെയ്തിട്ടില്ലേ? ഉണ്ട്. എന്നാൽ നമ്മളൊരു സാധനം വാങ്ങി, ഒരു രൂപം, ഒരു പൂച്ചക്കുട്ടിയുടെ രൂപം, അലമാരയിൽ വെച്ച് പൂട്ടി, ഗ്ലാസ് ഇട്ട് പൂട്ടിയിരിക്കുക, കുട്ടിക്ക് തൊടാൻ സമ്മതിക്കൂല. നമ്മളെ വല്ലിപ്പ മരിച്ചിട്ട് 10 കൊല്ലായി, ഒരു ഫ്രെയിം ചെയ്ത് ഇങ്ങനെ ചുമരിൽ ഒട്ടിച്ച് വെച്ചിരിക്കുക. അപ്പൊ ഇതൊക്കെ എത്ര ഗൗരവമുള്ള കാര്യമാണോ? അള്ളാഹുവിന്റെ പൊരുത്തമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടത്. ചിലപ്പോൾ നമ്മൾ നാളെ മരിച്ചേക്കാം. അപ്പൊ നമ്മൾ ഇതൊക്കെ ഒരു ചെറിയ കാര്യമായി കണ്ട് ഇതിനൊക്കെ നിസ്സാരവൽക്കരിച്ച് അങ്ങനെയാണോ നമ്മൾ പോവേണ്ടത്? അല്ല. അള്ളാഹുവിന്റെ പൊരുത്തമാണ് നമ്മുടെ വീട്ടിൽ ഉണ്ടാവേണ്ടത്, നമ്മുടെ പള്ളിയിൽ ഉണ്ടാവേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. അങ്ങനെ ചെറിയ കാര്യത്തിൽ പോലും നമ്മൾ ഒരുങ്ങണം.